ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തെ നമ്മുടെ ദർശൻ രക്ഷിക്കുകയാണ് കേട്ടോ. അത് വേദയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ദർശൻ രക്ഷിക്കുന്നത്. അങ്ങനെ സ്വന്തം ഭർത്താവിന് ഇഷ്ടമല്ലാത്തൊരു സ്ത്രീയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും കേട്ടോ ദർശൻ രക്ഷിക്കുന്നത്. അത് മറ്റൊന്നും കണ്ടല്ല, നമ്മുടെ വേദയുടെ അച്ഛനോട്, അതായത് ശങ്കരൻ നാരായണനോട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ മകളെ പിച്ച് ചീന്തിയത് കൊണ്ടാണ് വിക്രം ഈ ഒരു കടുങ്കൈ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും കേസ് വഴിമാറ്റി ചിന്തിക്കുന്നതും അതുപോലെ തന്നെ വിക്രമിനെ രക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നതും. അങ്ങനെ പിന്നെ ദർശനാണെങ്കിൽ ഈ ഒരു കേസ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ വേദ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ദർശൻ, എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരും തന്നെ ഇല്ല, നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഓർത്തു. വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, പക്ഷേ നീ രക്ഷിക്കുന്ന കൂട്ടത്തിൽ വിക്രം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ MLAയുടെ നാവിൽ നിന്നായിരിക്കും വേദ സത്യങ്ങൾ അറിയുന്നത്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളെ, ഒരു പെൺകുട്ടീനെ പിച്ച് ചീന്തിയത് കൊണ്ടാണ് വിക്രം ആ ഒരു കടുങ്കൈ ചെയ്തതെന്ന് വേദ മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വിക്രമിനൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന വേദയാണെങ്കിൽ ആ ഒരു നിസ്സഹായ അവസ്ഥയോർത്ത് ഒരുപാട് സങ്കടപ്പെടുകയും ദുഃഖപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ MLA ആണെങ്കിൽ വേദേനെ തട്ടിക്കൊണ്ടു പോകുകയാണ്. അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നിടത്ത് വെച്ച് വിക്രം വേദനെ മാസമായിട്ട് രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സീൻസിൻ്റെയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ നിന്ന് കാണണം കേട്ടോ. അങ്ങനെ ഇവർ കാട്ടിലേക്ക് പോയി എന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ദിവസം രണ്ടുപേരും കാട്ടിലായിരിക്കും തങ്ങുന്നതൊക്കെ. അതൊക്കെ നല്ല രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. തിരികെ വീട്ടിലെത്തുമ്പോൾ കമലാമയാണെങ്കിൽ ഒട്ടും തന്നെ വേദന അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ടും കമലാമ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കിന് പുല്ല് വില ഇവൾ കൽപ്പിച്ചത്, ഞാൻ അവളെ അതുപോലെ സ്നേഹിച്ചതല്ലേ. എൻ്റെ മറ്റ് 2 മരുമക്കളെക്കാൾ ഒരു പക്ഷേ ഞാൻ കൂടുതൽ ഇവളെ സ്നേഹിച്ചിരുന്നു. എൻ്റെ വിക്രമിൻ്റെ ജീവിതത്തിൽ എല്ലാമായി മാറി ഇവളെ ഞാൻ അതുപോലെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അവൾ പുറംകാലം കൊണ്ട് എന്നെ ചവിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞ വാക്കിന് പുല്ല് വില കൽപ്പിച്ചില്ല. ഈ സമൂഹത്തിൽ എന്നെ നാണം കെടുത്തില്ലേ. എൻ്റെ മകനെതിരെ, സ്വന്തം ഭർത്താവിനെതിരെ സാക്ഷി പറഞ്ഞ ഒരു പെണ്ണ് ഇവളായിരിക്കും. അവളുടെ നേർമയും നന്മയും ഒക്കെ, സ്വന്തം ഭർത്താവ് മരിച്ചാലും അവൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കമലാമ്മ ഓരോന്ന് പറഞ്ഞ് ഹരാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മാഷ് പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കമലം, എല്ലാം കരക്കടുപ്പിച്ചില്ലേ. പിന്നെന്താ കരക്കടുപ്പിച്ചെന്നോ? കരക്കടുപ്പിച്ചത് ഇവളല്ലല്ലോ. ആ ദർശൻ വക്കീലുള്ളത് കൊണ്ട്, അദ്ദേഹത്തിന് എൻ്റെ മകൻ്റെ നന്മ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രം ഇവളെന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇവൾ ചെയ്തതും ഒരു കണക്കിന് നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവനിവിടെ നിന്ന് ഓരോന്നിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമല്ലോ, അവൻ ജയിലിൽ പോയി കിടക്കണം, അത്രയും സമാധാനം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ പിന്നെ ഇവിടെ നിന്നാൽ എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞ് ജയിലിലാക്കിയാൽ ജീവിതകാലം മുഴുവൻ അവനങ്ങ് കിടക്കുമല്ലോ, അവിടെ ആർക്കും ഒരു ശല്യമില്ലല്ലോ. ഞാൻ പ്രസവിച്ചതായതുകൊണ്ട് തന്നെ അവനെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് കമലാമ്മ ആകെ കരഞ്ഞ് സീനാക്കാൻ കേട്ടോ. ഈ സമയത്ത് വേദയാണെങ്കിൽ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയത് കൊണ്ട് തന്നെ വേദയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട്. അങ്ങനെ വേദ നിസ്സഹായ അവസ്ഥയിൽ തന്നെ മാഷിനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എനിക്ക് 2 മരുമക്കളല്ല 3 മരുമക്കളുണ്ട്. ഇവരുടെ അതേ സ്നേഹവും സ്ഥാനം ഇവൾക്കും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവളെ ഇവിടുന്ന് അവഗണിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. അത് എന്നെ അവഗണിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങനെ കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ വേദയും കലങ്ങിയ കണ്ണുകളുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് വിക്രം അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നന്ദിനി പറയുന്നുണ്ട്, എന്നാലും ഇവിടെ ഉള്ളവരെ സമ്മതിക്കണം. ഇത്രയും നാളും വിക്രമിനെ രക്ഷിക്കാൻ നടക്കുന്നവളായിരുന്നു. ഇപ്പോൾ വിക്രമിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഇട്ടുകൊടുത്ത് അവളെ വിളിച്ചുകൊണ്ട് ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണോ ഇങ്ങനെ ഇവിടെ പുറകെ നടക്കുന്നത്? കുറേ ദിവസം നീ അമ്മയും ഞങ്ങളും മാത്രമുള്ളായിരുന്നു നിനക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ. ഇപ്പോഴേ നിന്നെ ജയിലിലാക്കാൻ പോയ അവളെയും കൂട്ടിക്കൊണ്ട് നീ വന്നേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ എരിവ് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കമലാമ്മയും പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല, പോയവളെ കൊണ്ടങ്ങ് വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അവളെയും വിളിച്ചുകൊണ്ട് പിന്നെയും ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദയാക്കുകയാണെങ്കിൽ ഒരു മറുപടി പോലും കൊടുക്കാനില്ല. വേദയാണെങ്കിൽ അങ്ങനെ കലങ്ങിയ കണ്ണുകളോടെ റൂമിനുള്ളിലേക്ക് കയറി പോകാൻ കേട്ടോ. ഈ സമയത്ത് പിന്നെയും നന്ദിനിയേട്ടത്തി ഒരു ഉളുപ്പുമില്ലാതെ അവൾ കയറി പോകുക എന്നിങ്ങനെ പറയുമ്പോൾ വേദ തിരിച്ചിറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, നന്ദിനിയേട്ടത്തി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഞാൻ ചെയ്തതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഇവരുടെ അച്ഛനറിയാം, മറ്റാരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭർത്താവിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു ജന്മം കൂടി ജനിക്കണം. എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്നെ മനസ്സിലാക്കിയവരായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിച്ചേനെ. എനിക്കൊരു അപകടം വരുമ്പോഴത്തേക്കിനും പുറംകാലം കൊണ്ട് തോണ്ടി ചവിട്ടിയവരല്ലേ എല്ലാവരെയും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ എനിക്ക് അമ്മയുടെ ഒരു ദേഷ്യവും വെറുപ്പില്ല. അമ്മ എന്നാക്കെ എന്നെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് ഒരു കണിക പോലും ഞാൻ വെറുപ്പ് കാണിക്കില്ല. പക്ഷേ ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുറ്റത്ത് വന്ന് കലങ്ങിയ കണ്ണുകളോടുകൂടി ഞാൻ നിന്നപ്പോൾ എന്നെ കൈപിടിച്ച് കയറ്റിയത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജന്മം തന്ന അമ്മ തന്നെയാണ്
ആ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ എൻ്റെ കമലാമ്മേനെ കാണുന്നത്. അതിന് ഒട്ടും മാറ്റം വരില്ല. കമലാമ്മ ഇനി എന്നെ മകളുടെ സ്ഥാനത്ത് നിന്ന് പടിയിറക്കി വിട്ടാലും അമ്മയുടെ സ്ഥാനം എന്നും എൻ്റെ നെഞ്ചിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങനെ കയറി പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എങ്കിലും നിന്നെ സമ്മതിച്ചു വേദാളെ, എൻ്റെ കൂടെ താമസിച്ചിട്ട് എനിക്കൊരു ദിവസം വന്നപ്പോൾ നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞല്ലോ, സമ്മതിച്ചിരിക്കുന്ന നിൻ്റെ മനസ്സ്, നിൻ്റെ ഒരു മനസ്സാക്ഷി ഇല്ലാത്തവളാണ്. ഇത്രയും നാൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ നടക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നീ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുക എന്നൊക്കെ പറയാനിട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നത്, എന്നിട്ട് പിന്നെ എന്നാത്തിനാ എന്നെ അവിടെ നിന്നൊക്കെ രക്ഷിക്കാൻ നോക്കിയത്? ആ MLA കയ്യിൽ നിന്നൊക്കെ എന്നെ എന്തിനാണ് രക്ഷിച്ചത്? രക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ഞാനങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോരായിരുന്നു എന്നിങ്ങനെ ചോദിക്കാനിട്ടോ. അങ്ങനെ വിചാരിക്കാമായിരുന്നു, പക്ഷേ നിൻ്റെ മനസ്സാക്ഷി അല്ലല്ലോ എൻ്റെ മനസ്സാക്ഷി, അതുകൊണ്ട് നിന്നെ ഞാൻ രക്ഷിച്ചു എന്നേ ഉള്ളൂ. നാളെ ചോദ്യം എൻ്റെ നിറക്കല്ലേ വരുള്ളൂ. ഞാൻ നിൻ്റെ ഭർത്താവായതുകൊണ്ട് തന്നെ നിൻ്റെ മിസ്സിങ് എന്നെയല്ലേ സംശയിക്കുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്. നിനക്കിനി പോകണമെന്നോ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യസ്ഥാനം ഒഴിഞ്ഞിട്ടങ്ങ് നീ പോയാച്ചാൽ മതി. അതാകുമ്പോൾ ആരും എന്നോട് ചോദിക്കാൻ വരില്ലല്ലോ എന്നൊക്കെ പറയാനും കേട്ടോ. ഇപ്പോൾ വേദയ്ക്കാണെങ്കിൽ മറുപടി കൊടുക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാ പ്രഷറും കൂടെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ വേദ ഒന്നും മിണ്ടാതെ അങ്ങനെ കിടക്കാൻ കേട്ടോ. ശേഷം പിന്നെ വിക്രം പറയുന്നുണ്ട്, ഈ റൂമിൽ പോലും നിന്നെ കയറ്റേണ്ടതാ, പിന്നെ എൻ്റെ മനസാക്ഷിക്ക് നിന്നെ കയറ്റിയത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ എന്നെ ചോദിയാനോ ഒന്നും നീ വന്നേക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ വേദ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നു വിക്രം. പിന്നെ വിക്രം ഈ ഒരു കേസിൽ അകപ്പെട്ടത്, ഈ ഒരു സ്ഥിതി അത് ആ പെൺകുട്ടിയെ നശിപ്പിച്ചത് കൊണ്ട് ആ പെൺകുട്ടിക്ക് അനുകൂലമായിട്ട് നീ ഓരോന്ന് ചെയ്തതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതറിഞ്ഞപ്പോൾ ഞാൻ വൈകി. പക്ഷേ അത് അറിയുന്നതിന് മുൻപാണെങ്കിലും വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. അത് വിക്രമിന് ഒരു നാൾ മനസ്സിലാകും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. വേദ പറയുന്നുണ്ട്, എല്ലാം ഒരു നാൾ മനസ്സിലാകും എല്ലാവർക്കും. അന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങനെ തിരിഞ്ഞു കിടക്കുകയാണ്. ഈ സമയത്ത് വിക്രം ഇങ്ങനെ കിടന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, ഈ വേദാളെ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെയോ ഇവളുടെ മനസ്സിൽ ഇവൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതും ആയിരിക്കാം. ഇവൾ ഇന്നേ വരെ കാര്യങ്ങളൊന്നും അറിയാതെ അല്ലെങ്കിൽ നോക്കിയും കണ്ടും അല്ലാതെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്തൊക്കെയോ സത്യങ്ങൾ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും കണ്ടുപിടിക്കാം. എന്തായാലും എൻ്റെ ജീവിതത്തിൽ നല്ല കാലമാണ്. ഏതായാലും എനിക്ക് പുറകിൽ നിന്നും മുന്നിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലായിടത്തും നിന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വേദ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത് വിക്രമിന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. കാരണം വേദ ഇങ്ങനെ കണ്ണീര് തുടയ്ക്കുന്നതൊക്കെ വിക്രം ഇങ്ങനെ വെളിക്ക് ഇങ്ങനെ കട്ടിലിൽ കിടന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ വിക്രമിൻ്റെ മനസ്സിലൊരു ചെറിയ സങ്കടമുണ്ട്. എന്തോ വേദയുടെ മനസ്സിലുള്ളിലുണ്ടെന്നും വേദ എന്തൊക്കെയോ കരുതിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സാക്ഷി പറയാൻ പോയതെന്നും ഒക്കെ മനസ്സിലാക്കാൻ കേട്ടോ വിക്രം. അങ്ങനെ വിക്രം ആ സത്യം തേടി അലയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വിക്രം അറിയുന്നുണ്ട് കേട്ടോ, വേദയാണെങ്കിൽ അതായത് പോലീസുകാർ അതുപോലെ MLA കൂടെ വിക്രമിനെ കൊല്ലാൻ പ്ലാൻ ഇട്ടതും അതുകൊണ്ടാണ് ജയിലിലേക്ക് സുരക്ഷിതമായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് വേദ തീരുമാനിച്ചതെന്നൊക്കെ വിക്രം ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നീട് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വേദയുടെ അടുക്കലേക്ക് വന്ന് വിക്രം ഇങ്ങനെ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. മാപ്പ് ചോദിക്കാമെന്ന് വെച്ചാൽ, നിനക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നീ എന്തുകൊണ്ടാണ് എനിക്കെതിരെ സാക്ഷി പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കി. അതെൻ്റെ ജീവനെ ഭയന്നിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നിന്നെ ഞാൻ തെറ്റു പറയില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചേര്. അമ്മയുടെ ഭാഗത്തു നിന്നും ഞാൻ നിന്നോട് സോറി ചോദിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ ഒരു പുഞ്ചിരിയോടുകൂടി പറയുന്നുണ്ട്, എനിക്ക് ഇത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ അമ്മയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. കാരണം സ്വന്തം മകനെതിരെ സാക്ഷി പറയുമ്പോൾ അത് ആരാണെങ്കിലും അമ്മയ്ക്ക് ദേഷ്യം വരികയല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ അതും മാറി. ഞാൻ എന്ത് ചെയ്താലും അതൊരിക്കലും ആരുടെയും ദോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു ആയുസ്സുള്ളിടത്തോളം കാലം വിക്രമായിരിക്കും എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ ആ വിക്രമിനെ ചതിക്കാനും കൊല്ലാനും ഞാൻ നിൽക്കില്ലല്ലോ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേദയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമും വേദനെ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടെ തന്നെ നമ്മുടെ ഒരു പുതിയൊരു ജീവിതം അവരാരംഭിക്കുകയാണ് കേട്ടോ.